ഹലോ അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം വരെ ഷൂട്ടാക്കിയതാണ്. ഇതിൽ ഞാൻ നല്ലൊരു നാടൻ കറി കാണിക്കുന്നുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. അതേപോലെ തന്നെ വയറുവേദനക്കെല്ലാം പറ്റിയിട്ട് നല്ലൊരു ഹോം റെമഡിയും കൂടെ കാണിക്കുന്നുണ്ട്. ഒരു മരുന്ന് അതെല്ലാം പറയട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വിളിപ്പിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാനിതിൽ പറയുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങും ഒക്കെ ഉള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഉച്ചക്കത്തെ ഫുഡാക്കാനും വേണ്ടിയിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഒരു 11:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതിന് എനിക്കൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ അപ്ലോഡ് ആക്കില്ല ഇഡ്ഡലിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കെ കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാനുണ്ടായതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും കുറച്ചുണ്ടായിരുന്നു ബാക്കി. അപ്പം ലേറ്റായിപ്പോയി. ഒരു 11:30 ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെള്ളരിക്കറി ആക്കുന്നുണ്ട്. ഈ ഒരു കറിയിലെ ഫാദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് കൂട്ടുന്നത്. ഒരാഴ്ചയായി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൻ്റെ ഫാദു പറഞ്ഞ് അതിൻ്റെ റെസിപ്പി എടുത്തോന്ന്. അവർ മാംഗ്ലൂർ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ കറക്റ്റ് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണിത്. അപ്പം ആ ഒരു റെസിപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളരി വേണമല്ലോ. അപ്പോൾ വെള്ളരി എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ട് ഇപ്പം താഴെ ഗ്രോസറിയിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു മീഡിയം സൈസ് വെള്ളരി ഇട്ട് അതിൻ്റെ പകുതിയാണ് ഇപ്പം ഞാൻ എടുക്കുന്നുള്ളൂ. വെള്ളരിൻ്റെ പകുതി എടുത്തിട്ട് പകുതി ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ തൊലി കളഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളരിക്കറിയെല്ലാം വെക്കൂലേ, അതിനെ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വെള്ളരിൻ്റെ കുരുവല്ലേ, അത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് ടൈമില്ല, അപ്പോൾ അതുകൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാനും പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു 2 ടേബിൾ സ്പൂണ് പരിപ്പിട്ട. ഞാനിപ്പോൾ ചുവപ്പ് പരിപ്പാണ്, മഞ്ഞ പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതലായി പോകണ്ട. 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അത് നല്ലോണം വാഷാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളരി കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതാ ഞാൻ കുക്കറിലാണ് കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കുന്നുള്ളത്. 1 വിസിലോ 2 വിസിലാക്കി എടുത്താൽ മതി, പെട്ടെന്നാവാനും വേണ്ടിയിട്ടാണ്. വെള്ളരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വെള്ളരിക്ക പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളി, ഒരു തക്കാളി കേട്ടോ, മീഡിയം സൈസുള്ള ഉള്ളി തക്കാളിയാണ്. അതും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് 2 വിസിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചട്ടിയിൽ അങ്ങനെ വേവിക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ പെട്ടെന്നാവാനും വേണ്ടിയിട്ട് 2 വിസിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളരിയിലേക്കില്ലേ ഒരു അരപ്പ് റെഡിയാക്കാണ്ട് തേങ്ങൻ്റെ. അപ്പം തേങ്ങ ഞാനിപ്പം ആട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചത്, ഞാൻ മറന്നു പോയതാണ്. അപ്പം ഇപ്പം തന്നെ നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിലേ തണുപ്പ് പോവാതെ അരച്ചാൽ തീരെ കറി നന്നാവാലോ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് തണുപ്പ് പോവട്ടെ, അതിൻ്റെ മുന്നായിട്ട് ഞാനിന്നൊരു ഉണക്ക ഗസി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഉണക്കൽ മീനിൻ്റെ പേരെന്താണെന്നറിയോ? തെരണ്ടി എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു തെരണ്ടി ഉപ്പള ഭാഗത്താണ് ഞാൻ കാണുന്നുള്ളത്. ഞാൻ മലപ്പുറം എൻ്റെ പരിയിൽ സ്രാവില്ലേ, അതെല്ലാം കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇത് അതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എവിടുന്ന് വാങ്ങിച്ചത്? ഇത് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഈ ഉണക്കൽ മീൻ, എനിക്ക് തീരെ ഇഷ്ടമില്ല. അതിന് മണം പോലും ഇഷ്ടമില്ല. പിന്നെ ഫാദറിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നല്ലോണം വാഷാക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നല്ല വെണ്ണം ഉണ്ടായിട്ട് നല്ലോണം കഴുകിയിട്ട് വാഷാക്കിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു തക്കാളിൻ്റെ പകുതിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് ഉടച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഒരു 3-4 എടുത്തിട്ട് അതും നല്ലോണം കുത്തിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാര്യത്തിൽ തന്നെ ഭയങ്കര ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉണക്കൽക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ പുളി പിഴിഞ്ഞ് വാരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 കുരു എടുത്തിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉണക്കലില്ലേ ആദ്യം ഉപ്പളത്ത് വന്നിട്ട് ഇതേപോലെ ഗസി വെക്കുന്നതൊക്കെ ആദ്യമായിട്ട് തന്നെ കേട്ടോ. ഞാൻ ഉണക്കലേറ്റ് ഇതുപോലെ ഗസി എല്ലാം വെക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഉപ്പളത്തെത്തിയപ്പോൾ ഇങ്ങനെ ഗസി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യാറബേ വായിക്ക് വെക്കാൻ പറ്റാത്ത അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പേടൂലേക്ക് പേടിയാന്ന്, അത്രയ്ക്ക് ഉപ്പുണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ നമ്മൾ ആ ഒരു വെള്ളമല്ലേ
അത് വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒന്നും ഉപ്പുണ്ടാവില്ല. പിന്നെ അത് മീനിങ്ങനെ തിളച്ചിട്ട് വരില്ലേ, ആ ഒരു ടൈമിലാണ് നല്ല ഉപ്പുണ്ടാവും അതിൽ. അപ്പോൾ ഉപ്പ് നല്ലോണം മീൻ നല്ലോണം വാഷാക്കിയിട്ട് പിന്നെ ഉപ്പിടാതിരിക്കട്ടാ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് മസാല പിടിക്കട്ടെ. അപ്പോഴേക്കും ഇതാ തണുപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. തേങ്ങൻ്റെ അളവ് പറയാന്നുണ്ടെങ്കിൽ ഒരു വലിയ തേങ്ങൻ്റെ ഒരു മുറി തേങ്ങയെല്ലാം ഉണ്ടാവും കേട്ടോ. അതിതാ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കാനുള്ളത് കാശ്മീർ മുളക്. അപ്പം നമ്മളിപ്പോൾ ഒരു തേങ്ങൻ്റെ പകുതി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 മുളകെല്ലാം ചേർത്തെടുത്താൽ മതി കേട്ടോ, കാശ്മീർ മുളക്. അപ്പോൾ ഞാൻ വലിയ തേങ്ങൻ്റെ പകുതിയായിരുന്നു, അപ്പോൾ ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി ഇട്ടാ, കൊത്തമ്പാലി എന്നൊക്കെ പറയില്ല, അത് 1 ടേബിൾ സ്പൂണ്. പിന്നെ ചെറിയ ജീരകം 1/4 ടീസ്പൂണ് ഉലുവ. ഇതില്ലേ ജസ്റ്റ് ഒന്ന് വറുത്തത്, അതായത് ചട്ടി ചൂടാക്കിയിട്ട് ഓഫാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കറിയിൽ ചേർത്തെടുക്കണം, കൂടി പോവരുത് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രം ചേർത്തെടുത്താൽ മതി, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഉലുവയും വറുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ 2 വിസിൽ വന്ന ഉടനെ ഞാൻ പിന്നെ അതിൻ്റെ എയറെല്ലാം പെട്ടെന്ന് കളഞ്ഞേന് കേട്ടോ. ഇനിയിപ്പം വേവേറും, ഒറ്റ വിസിൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 വിസിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ചൂടെല്ലാം കളഞ്ഞിട്ടുണ്ടേനെ. ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചട്ടിയിൽ ഉണ്ടാക്കുക കേട്ടോ, ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചില്ലേ, ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് ആക്കിയിട്ട് നമ്മൾ കറീൻ്റെ എത്ര തിക്നെസ് വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാ, തേങ്ങ അരക്കുമ്പല്ലേ ലാസ്റ്റ് ഒരു വെളുത്തുള്ളി ഇട്ടാ, ഒറ്റ വെളുത്തുള്ളി മതി, ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കട്ടോ, ഒരു 2 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്താൽ മതി. അത് എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ. ലാസ്റ്റ് തിളച്ചിൻ്റെ ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് വെക്കട്ടോ. ഈ ഒരു കറിയില്ലേ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാംഗ്ലൂർ ഭാഗത്തുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. നാടൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമാവും. ഇത് ദോശൻ്റെ കൂടെ, പിന്നെ ഇഡ്ഡലിൻ്റെ കൂടെ, നമ്മൾ സാധാരണ നീർദോശയല്ലേ അതിൻ്റെ കൂടെ, ഓട്ടറിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി, ഫാദവനും എനിക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് വറവിടണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ ഗസി ഉണ്ടാക്കാം. നമ്മൾ മീൻ മസാല തേച്ച് വെച്ചില്ലേ, അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗസി ആക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ കടുക് പൊട്ടിച്ചതാണ്. ഇനി ഉണക്കൽ മീനിൻ്റെ ഗസി ആക്കാൻ തുടങ്ങുക. ഇതിനായിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ആട്ടാ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പം അതിലേക്ക് കറിവേപ്പില കുറച്ച് തോനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ട് കേട്ടോ, ഞാൻ എവിടുന്നാന്നുള്ളത് പറഞ്ഞുതരാം. അതിനിപ്പോൾ നമ്മൾ ഉണക്കമീനില്ലേ മസാല തേച്ച് വെച്ച അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടെ മസാല ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് മൂടി തുറന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചിട്ട് ആ ഒരു മീനുമലില്ലേ ഉണക്കമീനുമ നല്ല മസാല എല്ലാം പൊടിച്ചിട്ട് ഇത് കണ്ട ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ളവർ ഒന്നുണ്ടാക്കി നോക്കട്ടോ. എനിക്കിഷ്ടമില്ല, വാതുവിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ തീയൊന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഗസി പോലെ ആക്കട്ടോ, ഞാൻ വറ്റിച്ചെടുത്തതാണ് ഒരു മസാല അയിമ പിടിച്ച് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ മീനാക്കിയിട്ടുള്ളത്. ഇനി
ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില ഇടുന്ന് കൊടുക്കുന്നുള്ളത്. മോരും കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മോരാന്ന്. അപ്പം അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്നറിയോ, അല്ലയിന്ന് എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസം അവരെ കൂടെ അങ്ങോട്ട് നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അജ്മാനിന്നാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നുള്ളത്. 2 ദിവസം നിന്നിട്ടെല്ലാം വന്ന്. അപ്പം ഞാൻ അവിടെ നിന്നില്ലേ, അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില, കറിവേപ്പില, മോര് ഇതെല്ലാം കിട്ടും കേട്ടോ, അറബികള ഏരിയന്ന്. അപ്പോൾ നല്ല അടിപൊളി മുരിങ്ങ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം കറിവേപ്പില ഇപ്പോൾ നല്ലോണം യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും കുറച്ച് തോനെ തന്നെ അപ്പം നല്ല ഫ്രഷ് കിട്ടിയതുകൊണ്ട് യൂസ് ആക്കുന്നുണ്ടത്. ഇനിയിപ്പോൾ അതാ മോരില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മോര്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ, വെളുത്തുള്ളിയും മുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് കല്ലിൽ കുത്തിയിട്ട് അതും ചേർത്തെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മോര് കറിയും റെഡി ആയിട്ട്, മോര് കറിയല്ല, നല്ല നാടൻ മോരും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വയറുവേദന, വയറ് പുകച്ചിൽ, അതുപോലെ മെഡിസിൻ കുടിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ പിരിയേണ്ട ടൈമിലുള്ള വയറുവേദനയ്ക്ക് ഒക്കെ വയറ് നല്ല തണുപ്പാവാൻ കഴിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ പേര് മാസ്മോം എന്നാണ്. ഉപ്പള ഭാഗത്ത് ഇതാന്നിട്ട് പറയൽ. പക്ഷേ എൻ്റെ മലപ്പുറം ഭാഗത്തൊന്നും ഈ ഒരു സാധനം ഇല്ല കേട്ടോ. ഇതേപോലെ തന്നെ ഈ സിപ്കോൾ എന്നറിയും, അത് നെസ്റ്റോലി, ലുലുലെല്ലാം കിട്ടുന്നുട്ടോ. അത് ഞാൻ മുന്നേ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അതും വെള്ളത്തിൽ വയറ് തണുക്കാൻ നല്ലതാണ്, വെള്ളത്തിലിട്ട് കുടിക്കുന്നത്. പക്ഷേ ഈ ഒരു കായില്ലേ നല്ല അടിപൊളിയാന്നിട്ടാ, വയറിന് നല്ല തണുപ്പാന്ന്. ഇതിൻ്റെ പേര് ഉപ്പളത്ത് മാസ്മോം എന്നാണ് കേട്ടോ പറയൽ. എനിക്കറിയില്ല അതിൻ്റെ വേറെ പേരുണ്ട്, അതൊന്നും അറിയില്ല. ഞാൻ ഉപ്പള വന്നിട്ടാണ് ഈ ഒരു കായ് കാണുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു കായില്ലേ ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി. നല്ലോണം ഒന്ന് വാഷാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് മൂടി വെക്കട്ടോ. എന്നിട്ട് രാവിലെ എപ്പോൾ വേണമെങ്കിലും കുടിക്കട്ടോ. കുടിക്കുന്ന എപ്പോഴാണെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വയറുവേദനക്കെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സമാധാനം ഉണ്ടായിനി. അപ്പോൾ ഇതാ ഞാൻ വെള്ളത്തിൽ ഇടുന്നതിൻ്റെ മുന്നേ ആ ഒരു കായ് കാണിച്ചതാണ്. ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പിറ്റേന്നാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ഇത് രാത്രി ഇട്ട് വെച്ചാൽ മതി, രാവിലെ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ആ ഒരു ചെറിയ കായാണ് ഇതുപോലെ ആയി വന്നിട്ടുള്ളത്. ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലില്ലേ എന്താണെന്നാ പറയുക, ഒരു പഞ്ഞി പോലെയാണ് കേട്ടോ ഉണ്ടാവൽ. ഇത് കണ്ട ഒരു തരിതരിയുള്ള ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. അതിങ്ങനെ പൊട്ടിയിട്ട് വരും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ തൊലിയില്ലേ, അതിൻ്റെ തൊലിയും അതിൻ്റെ കുരുതാ ഞാനിതാ ഇതുപോലെ എടുത്തിട്ട് ഒഴിവാക്കട്ടെ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതിൻ്റെ തൊലി, അതിങ്ങനെ എടുത്തിട്ട് ഒഴിവാക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കുരു ഉള്ളിൽ ഉണ്ടാവും, അതും ഇതേപോലെ തന്നെ കയ്യേറ്റ് കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ കയ്യേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയും കുരുവൊക്കെ പെട്ടെന്ന് തന്നെ വരും. ഇതിപ്പോൾ ഫാദർ കൊണ്ടുവന്നത് എവിടുന്നാണെന്നറിയാം, നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇത് രേഷ്മ ബേക്കറി എന്നാണ് കേട്ടോ കൊണ്ടുവന്നത്. ഉപ്പളത്തുള്ള ആടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫാദറിൻ്റെ മൂത്തമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. മെയിനായിട്ട് കിട്ടുന്നത് മുംബൈയിലാണ് കേട്ടോ. ബോംബെയിൽ ഇതില്ലേ ഫാദറിൻ്റെ ഉപ്പ ഷിപ്പിലായിരുന്നു. അപ്പോൾ ബോംബെയിൽ നിന്ന് വരുമ്പം ഇത് കുറേ കൊണ്ടുവരുമല്ല. അവരുടെ ഫാമിലി കുറേ ആൾക്കാർ ഷിപ്പിലാട്ടോ. അപ്പോൾ ഫാദറിൻ്റെ അയച്ച അവരെല്ലാം ഷിപ്പിൽ തന്നെയാണ്. അപ്പോൾ ബോംബെയിൽ നിന്നാണ് കേട്ടോ ഇത് കിട്ടൽ. അവർ ഷിപ്പ് അന്ന് വരുമ്പം ബോംബെയിൽ ഇറങ്ങുമ്പം അവിടെ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ട് വരില്ല എന്നെല്ലാം പറയും കേട്ടോ ഉമ്മ. ഇപ്പോൾ വാപ്പയില്ല, അപ്പം മരിച്ചിട്ടിപ്പം കുറേ ആയിട്ടോ. ഫാദർ ചെറുതായപ്പോൾ എന്നെ മരിച്ചതാ. അപ്പം അതാണ് കേട്ടോ, അത് ഷിപ്പിൽ നിന്നെല്ലാം ബോംബെയിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ബോംബെയിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ മതി കേട്ടോ. മാസ്മോം എന്നാണ് പേര്. എനിക്ക് കറക്റ്റ് ഇപ്പോഴത്തെ പറയുന്ന പേര് അതാണ്. എനിക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടോ, വേറെ നാട്ടിലുണ്ടോ ഒന്നും അറിയാലോ കേട്ടോ. ബോംബെയിൽ എന്തായാലും കിട്ടും. ബോംബെയിലും ചിലപ്പോൾ ഈ ഒരു പേര് തന്നെ ആയിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ അതെങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കാണിക്കാം. ഞാനിപ്പോൾ 3 എണ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളൂ. ബാക്കിയില്ലേ ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ മാറ്റി വെച്ചാട്ടോ. ഇപ്പം ഞാൻ 3 എണ്ണം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പില്ലേ അത് കൈ വെച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഉടക്കുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുടിക്കട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് നല്ലോണം റേറ്റ് ഉണ്ട് കേട്ടോ. 4000 ഉറുപ്പ്യാണ് 1 കിലോത്തിന് വരുന്നത്. അപ്പോൾ അതിപ്പം കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. 1/4 കിലോനാ 100 ഗ്രാമോ അങ്ങനെ എന്തോ ആണ് കൊണ്ടുവന്ന്. കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ എത്ര കൊണ്ടുവന്നതെന്ന്. പക്ഷേ അതിൻ്റെ വെയിറ്റ് അല്ല റേറ്റ് 1 കിലോത്തിന് 4000
ഉറുപ്പ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂടുതൽ ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നവരും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക വയറിങ്ങനെ പുകയൽ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാട്ടോ വയറ് തണുക്കാൻ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചതാണ്. ഫാദർ ഉച്ചയ്ക്ക് ചോറിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നല്ലേ ഈ ഒരു വെള്ളരിൻ്റെ കറിയും നല്ല നാടൻ മോരൊക്കെ ഉണ്ടായപ്പം എനിക്കൊരു പൂതി ചട്ടിയിൽ ചോറ് വിളമ്പാന്നുള്ളത്. അപ്പോൾ ഞാൻ ചട്ടിയിൽ വിളമ്പിയിട്ടുണ്ട്. ഇതില്ലേ ചെറിയ ചട്ടിയാട്ടാ ഞാൻ ഈ ചട്ടിയിലെല്ലാം കാണിക്കുമ്പോൾ അതോ ഇത്രക്ക് കുറേ ചോറെന്നെല്ലാം ബേക്കുന്നതെന്നെല്ലാം കേൾക്കലുണ്ട്. യാറബേ ഇത് ചെറിയ ചട്ടിയാണ്, പ്ലേറ്റിൽ കൊള്ളുന്ന അത്ര ഇതിൽ കൊള്ളൂല കേട്ടാ. അപ്പോൾ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെള്ളരിൻ്റെ കറിയും ആ ഒരു ഉണക്കത്തരണ്ടില്ലേ അതും പിന്നെ നാടൻ മോരും പിന്നെ എൻ്റെ ഉമ്മല്ലേ വരുമ്പം അരിനെല്ലിക്ക ഉപ്പിലിട്ടിട്ട് കൊണ്ടുവന്നേന് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറ് പിന്നെ ചെറിയ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫാദർ വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അവിടുന്ന് കൊണ്ടുവന്ന ഉടുപ്പിൽ നിന്ന്. അപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി തന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറെല്ലാം വെച്ച് വയറ് ഫുള്ളായി. നല്ല കറിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചോറിലേക്ക്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 5 മണിയിലായപ്പോൾ ഫാദർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാനും ഫൗസാനും കൂടെ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ചൂല് ബെടക്കായിട്ടുണ്ട് കേട്ടോ, നമ്മൾ അടിച്ചു വരുന്ന. അപ്പോൾ അതൊന്ന് വാങ്ങണമെന്ന്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ബാക്കിൽ തന്നെ കേട്ടോ, ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇത്തിഹാദ് സെൻറ്ററില്ലേ, അതിൻ്റെ ഇത്തിഹാദ് സെൻറ്ററിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് 1 to 10 ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകുന്നുള്ളത്. അപ്പോൾ ഇത്തിഹാദ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. കാര്യം ഭയങ്കര ചൂട് കേട്ടോ. ഒന്ന് നടന്നപ്പോത്തിന് ഒരു 2 മിനിറ്റായിട്ട് നടന്നിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നില്ലേ ഒരു ലെൻസ് വേണ്ടീന്. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നാട്ടോ. അതിന് 15 ദിറമാണ്. പിന്നെ ആ വലിയതിനില്ലേ അവർ 10 ദിറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയത് നല്ലില്ല കേട്ടോ. അപ്പോൾ അത് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നീന് എനിക്കത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ 15 ദിറമാണ് ഇതിന് കേട്ടോ, ചെറുതാണ്. പിന്നെ ഇവിടെ കുറേ ഫാൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അബായുണ്ട്, മൈലാഞ്ചിൻ്റെ സ്റ്റിക്കറില്ലേ അതിൻ്റെ മൈലാഞ്ചിൻ്റെ. ഇവിടെ കൂടുതലും അറബി കസ്റ്റമറാണ് കേട്ടോ വരൽ. പിന്നെ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റെല്ലാം ഉണ്ട്. ഇവിടെ ഒരു കണ്ണൂർക്കാരുണ്ട്, അവരെ മലയാളി ഷോപ്പെല്ലാം ഉണ്ട് കേട്ടോ. കൂടുതലും മലയാളി ഷോപ്പ് തന്നെയാണ് തോന്നുന്നു ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാൻസിയൊക്കെ ഒന്ന് കാണിച്ചതാണ്. പിന്നെ കുറേ അബായൻ്റെ ഷോപ്പെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ലെൻസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇതും മലയാളീൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ, ഈ ഒരു ഫാൻസി ഷോപ്പ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 1 to 10. അപ്പോൾ അങ്ങോട്ട് പോവാന്ന്. ഞാനിവിടെ നിന്ന് കേട്ടോ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റെല്ലാം വാങ്ങൽ. ഇവിടെ ഒരു കണ്ണൂർക്കാരെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങൽ. ഞാൻ പറഞ്ഞാൽ ഓർമ്മയില്ല. അപ്പോൾ 1 to 10 എത്തിയിട്ടുണ്ട്. ഞാനും ഫൗസാനും കൂടെ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഓരോന്നോരോന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ വലിയ സെലക്ഷനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഉള്ളത് കുറച്ച് കുഴപ്പമില്ലാത്തതാണ്. 1 to 10 എഴുതിയിട്ടുണ്ട്, മാത്രം 10 ഒന്നുമല്ല കേട്ടോ. അത് 12 ദിറഹത്തിൻ്റെ ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം അതിൽ എഴുതിയത് നോക്കണ്ട. പക്ഷേ അതിൻ്റെ ഉള്ളിൽ 12 ദിറഹത്തിൻ്റെതെല്ലാം ഉണ്ട്, 13 ദിറഹത്തിൻ്റെതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടുന്നതല്ല കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. 5.99 ഇതിൻ്റെ വലുതുണ്ട്, ചെറിയ സൈസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്നത് തോന്നും. ഇതും കാണുമ്പോൾ ഗ്ലാസ് പോലെ ഉണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ലിഡെല്ലാം കണ്ടില്ല, നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് കളറ് പോകും, എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ യൂസ് ആക്കിയിട്ടില്ലല്ലോ. കാണാൻ നല്ല ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഇതേപോലത്തെ കുറേ ഷോപ്പുണ്ട് കേട്ടോ. ഡേ ടു ഡേ ഉണ്ട്, പിന്നെ 1 to 10 ഉണ്ട്, അങ്ങനെ കുറേ ഷോപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഒന്നും ഓഫർ ഇട്ടിട്ടില്ല, ചില ടൈമിലാണ് ചെറിയ പാത്രങ്ങൾക്കെല്ലാം ഓഫർ ഇടുന്നത്. ഇവിടെ അല്ല, വേറെ ഷോപ്പിലെല്ലാം. അപ്പോൾ ഞാൻ മാച്ചിൽ ഉപ്പളത്ത് പറയില്ലേ മാച്ചിൽ എന്നാട്ടോ ചൂലിന്. അപ്പോൾ ചൂല് തപ്പുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് അടിച്ചേരി നോക്കുക കേട്ടോ. നമുക്കില്ലേ കംഫർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ഒന്നിങ്ങനെ അടിച്ചിട്ട് നോക്കുകയാണ്, നേരെ ഉണ്ട്, നല്ല ഉണ്ട്, എനിക്ക് അടിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. ചിലത് ഇതേപോലെ ചൂലെല്ലാം വാങ്ങുമ്പോഴേ കുന്തം പോലെ നിൽക്കുന്നതാണ്, ഒരു ഉപകാരം ഉണ്ടാവില്ല, പിന്നെ വെറുതെ വേസ്റ്റ് കിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ച് പൈസക്കെല്ലാം വാങ്ങുമ്പം സത്യം പറഞ്ഞാൽ നല്ല നോക്കിയിട്ട് വാങ്ങാട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുന്തം പോലെ നിന്നിട്ട് അടിക്കാനും കഴിയില്ല അങ്ങനെ. അപ്പോൾ ഞാൻ
ആദ്യം മറ്റേ നിന്നിട്ടടിക്കുന്നില്ലേ, ആ ബ്രഷ് പോലത്തെ അതിന്മേ തന്നെ അടിച്ചുട്ടി വാരി വരുന്നുണ്ട് കേട്ടോ. കാട്ടൻ വാരിയില്ലേ, ഉപ്പളത്തെ കാട്ടൻ വാരി എന്നാട്ടോ പറയില്ല, അടിച്ചുട്ടി വാരിക്ക് അത് വരുന്നത് ഉണ്ട്. അപ്പം അതിനും ഇതും സെയിം പ്രൈസ് തന്നെ, മാത്രം ഏതാ നല്ലത് നോക്കിയോണ്ടുള്ളതാണ്. 2 ചൂലെടുത്തിട്ട് ഞാനൊന്ന് അടിച്ച് വാരി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാ എനിക്ക് നല്ലത് എന്നുള്ളത്. അപ്പോൾ നിന്ന് അടിച്ച് വാരുന്നത് എനിക്ക് എൻ്റെ അടുത്തുള്ളത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ അടിച്ച് വാരിയില്ല, ആ ഒരു ചൂല് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ഒന്ന് കണ്ടില്ലേ, സ്റ്റീലിൻ്റെ കാട്ടൻ വാരി, അതായത് അടിച്ചുട്ടിയരി വരുന്നത്. അതിനില്ലേ അതും സെയിം പ്രൈസ് തന്നെ. പക്ഷേ അതിലെ ആ സ്റ്റീലിൽ ഭയങ്കര സൗണ്ട് കേട്ടോ. അത് അങ്ങോട്ട് വെക്കുമ്പോഴും സൗണ്ട്, ഇങ്ങോട്ട് വെക്കുമ്പോഴും സൗണ്ട്. പിന്നെ അത് ചിലപ്പോൾ വെള്ളമെല്ലാം ആകുമ്പം പൊയ്ക്കറ പിടിക്കുമോ അമ്മ ആർക്കറിയാം. തീരെ കട്ടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ട് വന്ന്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചാട്ടാ വാങ്ങിച്ചത്, നല്ല ഉണ്ടേനെ, അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇത് മുട്ടൻ്റെ യെല്ലോ വൈറ്റും വേറെ ആക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ കണ്ടപ്പം ഞാനിങ്ങനെ ഒന്ന് നോക്കിയതാണ്. 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 2 എണ്ണത്തിന് 4,99 അങ്ങനെ എന്തോ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ അത്ര ഒന്നും യൂസ് ആക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും. പിന്നെ ഇതും നല്ല കുറവുണ്ട് കേട്ടോ. ഇത് 7,99 4 സ്റ്റീലിൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ചായൻ്റെ കപ്പുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഇത് 3,99 4,99 99 ഇല്ലാത്ത കളിയില്ല കേട്ടോ അവിടെ. അമ്മ എന്താണെന്ന് അറിയില്ല, അതൊരു ബിസിനസ് ട്രിക്കാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും 3,99 4,99 അങ്ങനെയല്ല ഉള്ളതാണ്. പിന്നെ ഈ ഒരു ജാറെല്ലാം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ക്യൂട്ട് കാണാൻ. അതിൻ്റെ പ്രൈസ് 8,99 10,99 അങ്ങനെ കേട്ടോ. പക്ഷേ ഈ ഒരു ജാറില്ലേ, ഇത് ഓയിലിൻ്റെതാണ്. ഞാൻ കുറേ ഒരു ഇൻസ്റ്റയിലും അതുപോലെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഓയിലിൻ്റെതാണ് വരുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് ഓയിലൊന്നും ഒഴിക്കാൻ തോന്നില്ല കേട്ടോ. ഇത് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഇതിനൊരു മൂടിയെല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല ഉണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇതെന്തായാലും കണ്ടപ്പോൾ വാങ്ങിച്ച് 12,99 കേട്ടോ. 12,99 ദിർഹമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓയിലിൻ്റെ ഒരു സ്പ്രേ ചെയ്യുന്നതില്ലേ, എയർ ഫെയറിൽ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ബോട്ടിൽ, അതിന് 4,99 കേട്ടോ. നല്ല ക്വാളിറ്റി അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല. കുറേ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട്. പക്ഷേ പുതിയൊരു ഡേ ടു ഡേ വന്നിട്ടുണ്ട് കേട്ടോ അജ്മാലിൽ. വലിയതാണ്. അവിടെ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ടായിന്, എനിക്ക് കട്ടിംഗ് ബോർഡും ഇതെല്ലാം വാങ്ങാൻ. അവിടെ ഇനി ഒരിക്കൽ ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോയിട്ട് വീഡിയോസ് എല്ലാം എടുക്കണം. അപ്പോൾ ഫാദർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ ഞാൻ പോയിട്ട് എന്നെ കാണിക്കട്ടെ. ഒരുപാട് നല്ല നല്ല ക്യൂട്ട് പാത്രങ്ങളും കട്ടിംഗ് ബോർഡും ഗ്ലാസും എന്തെല്ലോ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടത്. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയല്ലേ, എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ പാത്രങ്ങളോടൊക്കെ ഭയങ്കര ഒരു ക്രഷാണ്. അതന്നെ പറയും, കൊണ്ടുവരും എന്നിട്ട് പൊട്ടും ചെയ്യൂട്ടോ. എൻ്റെ അടുത്ത് നിന്ന് കൈ തട്ടിയിട്ട് ചിലപ്പോൾ അടിപിടിയെല്ലാം വെക്കുമ്പോഴെല്ലാം പൊട്ടും ചെയ്യും, എന്നിട്ട് പൊട്ടും ചെയ്യുന്നെല്ലാം പറയും. എന്നാലും ഞാൻ വാങ്ങിക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചില്ല, ഒരു ഓയിലിൻ്റെ ജാറ് പോലത്തെ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചൂലും വാങ്ങിച്ചിട്ടാണ്, വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് കണ്ട, ഇത് നല്ല ഉണ്ട് കേട്ടോ. അതിന് 12 ദിർഹം അങ്ങനെ എന്തോ ആണ്. അതിനെന്തോ 99 ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതും നല്ല ഉണ്ട്. ഇതെല്ലാം ഗ്ലാസിൻ്റെതാണ് കേട്ടോ. ഇതൊക്കെ നല്ല വെയിറ്റ് വരുന്നതാണ്. നാട്ടിലേക്കൊന്നും കൊടുത്തേക്കാനൊന്നും കഴിയില്ല, വെയിറ്റ് നല്ലോണം ഉണ്ട് കേട്ടോ അതെല്ലാം. പിന്നെ ഈ ഒരു ചെറിയ പാത്രം കണ്ട, ഇതിന് 2 ദിർഹമൊക്കെ എന്നിട്ടാണ് ഞാൻ എടുത്തിന്. മാത്രം അതിനും 6,99 അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് എൻ്റെ അടുത്തുള്ളതാണ്. അപ്പം കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ, എവിടുന്ന ഈ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചെന്നുള്ളത്. ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്, 1 to 10 നല്ല ഉണ്ട് കേട്ടോ കട്ടിംഗ് ബോർഡ്. അതിന് 12,99 എന്തോന്ന്. പിന്നെ ഇത് കണ്ട, എനിക്കിത് കണ്ടപ്പോൾ ചിരിക്കാൻ വന്നു. എന്താണെന്നറിയോ, ഈ ചായപാത്രം നല്ല കയ്യില്ലേ, അതിൻ്റെ അലാക്കിൻ്റെ വലുത് നീളത്തിൻ്റെ ഇത് കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തിനാ റബ്ബേ ഇത് യൂസ് ആക്കലേന്ന്. ചായ വിട്ട് ഗ്യാസ് മേലെ നിൽക്കുന്നവർക്ക് പേടിയുള്ളവർക്ക് യൂസ് ആക്കുന്ന എന്തോ ആർക്കറിയാം. എനിക്ക് കണ്ടപ്പോൾ ചിരിക്കാൻ വന്ന്. അതിൻ്റെ കൈ വലുത്, വെള്ളം വെക്കുന്ന ജാഗല്ലേ സ്ഥലം ചെറുത്, കുറച്ച് വെള്ളമാണ്. അമ്മ ആർക്കറിയാം എന്തിന് യൂസ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയത് അങ്ങനെ ചായപാത്രമില്ലേ അതേപോലത്തെ പോട്ടാന്ന്. പിന്നെ എന്തെല്ലോ ഉണ്ട് കേട്ടോ, ചിലതൊന്നും തിരിയുന്നില്ല എന്തിനാണ് ഉള്ളതെന്നൊന്നും. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്, അതിൻ്റെ ചെറിയ സൈസ് ഉണ്ട്. ഇതില്ലേ
നമുക്ക് പച്ചക്കറിയെല്ലാം വാഷാക്കിയിട്ട് വെള്ളം പോകാൻ ഊറ്റിയിട്ട് വെക്കാമല്ല. ഇത് നല്ല ഉപകാരമുണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പിൽ വരുമ്പോൾ വാങ്ങിക്കാം, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഓയിൽ വാങ്ങിച്ചില്ലേ, ആ ഒരു ബോട്ടിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ എല്ലാം ഇങ്ങനത്തെ എല്ലാം നല്ല ക്യൂട്ടുള്ളതെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ അപ്പം വാങ്ങാല, പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന്. പിന്നെ വരുമ്പോൾ ഒരു പീസ് പോലും ഉണ്ടാവലില്ല. പിന്നെ ഇതെല്ലാം ഉണ്ടാവും കേട്ടോ, ഒരു നെറ്റിൻ്റെ കാണിച്ചില്ലേ, അതെല്ലാം ഉണ്ടാവും എപ്പോഴും. പിന്നെ ഒരു ഭാഗത്തേക്ക് ഡ്രസ്സാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതാ ഈ ഒരു 3 ടിന്ന് പൗഡറിന് എത്ര 8,99 അങ്ങനെ എന്തോ ഓഫറിലെല്ലാം ഇട്ടിട്ടുണ്ടായിന്. ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ആക്കുന്നില്ലല്ലോ, പണ്ടെല്ലാം യൂസ് ആക്കിക്കൊണ്ടുണ്ട്, ഇപ്പോൾ ആരും യൂസ് ആക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ ബില്ലടിക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതിനിപ്പോൾ അതാ നമ്മൾ നേരെ പൊരക്ക് വന്നിട്ടുണ്ട്. പൊരക്ക് വന്നപ്പോൾ അല്ലേ നല്ലോണം ദാഹിക്കട്ടോ, നല്ല തണുത്ത തിന്നാൻ പൂതിയായി. അപ്പോൾ അടുത്തന്നെ നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴത്തന്നെ ഉള്ള ഒരു ഗ്രോസറീൻ്റെ ആടെ പോയിട്ട് രണ്ടാളും ഓരോ ഐസ് കണ്ടി വാങ്ങിച്ചിട്ട് കഴിക്കലാം. ഞാനിപ്പോൾ തിന്നുന്ന ഒരു ചോക്കോബാർ നല്ലില്ല കേട്ടോ, ടേസ്റ്റ് ഇല്ല. 2.5 ദിർഹമായിരുന്നു, പക്ഷെ നല്ലില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനമല്ലേ അത് ആ റൂമിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾക്ക് നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളീൻ്റെ അടുക്ക്. അപ്പോൾ അതിൻ്റെ ചങ്ങായിൻ്റെ വൈഫ് കുഞ്ഞു അവിടെ ഉണ്ട്, അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി നടന്നിട്ടെല്ലാം വന്നിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടാ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.